ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാർട്ട്ണർ നമ്മളെ ചതിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് അവർ നമ്മളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് അല്ലേ എന്നുള്ള കാര്യം അറിയാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ചതിക്കാൻ പോകുന്ന ആളുകളെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. 5 കാര്യങ്ങൾ പറയുന്നുണ്ട്, 5 സൈനുകൾ ഞാൻ പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചതിക്കാൻ ഒരുങ്ങുകയാണോ അല്ലയോ എന്നുള്ളത്. എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫോൺ പെട്ടെന്ന് തന്നെ അതായത് നിങ്ങളെ കാണാത്ത രീതിയിലേക്ക് ഒരു മാറ്റം അവർ കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളെ കാണിക്കില്ല, അത് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഫോൺ പെട്ടെന്ന് ഒരു പ്രൈവറ്റ് ആയിട്ട് മാറുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരത്തിലേക്കൊരു മാറ്റം അവിടെ കാണാൻ പറ്റും. അതായത് നിങ്ങൾ നോക്കിയിരുന്നൊരു ഫോൺ ആണെങ്കിൽ പോലും ഇനി അങ്ങോട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അവരത് നിങ്ങൾക്ക് തരില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അതിലൊരു ലോക്കൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളറിയാത്ത, നിങ്ങൾക്ക് കിട്ടാത്തൊരു ലോക്ക് വയ്ക്കുക, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആക്കി തരാതിരിക്കുക, നിങ്ങളില്ലാത്ത സമയത്ത് മാത്രം ഫോൺ യൂസ് ചെയ്യുക, നിങ്ങളെ കാണാതെ അപ്പുറത്തേം പോയിരുന്നിട്ട് ഫോൺ യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ ഓഫ് ആക്കി വയ്ക്കുക. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർ ഫോൺ വളരെയധികം ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫോൺ ഹൈഡ് ചെയ്യാൻ ഒരു ടെൻഡൻസി അവരിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോലെ നിങ്ങളെ ചതിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതിന്റെ ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്ന് തന്നെ അവർ ഇറിറ്റേറ്റഡ് ആവുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ പോകുന്ന സമയത്ത് അവർക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോലും ഒരാളുടെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അതേപോലെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിൽ തന്നെ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുക, എനിക്കൊന്നും കേൾക്കണ്ട, എപ്പോഴും ഈ വായി തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ പറയാനുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ അറ്റൻഷനോ കെയറോ ഒക്കെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാവും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് പോകുന്നുണ്ടാവുക. പക്ഷേ അതിന് പോലും അവർ സമ്മതിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഫീലിങ്സ് കേൾക്കാൻ അവർ തയ്യാറാവില്ല. ഒരാവശ്യമില്ലാതെ തന്നെ അവർ ചിലപ്പോൾ ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഹൈഡ് ചെയ്ത് വെക്കാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സ്വയം എന്തൊക്കെയോ ഒരു നാണക്കേടോ കുറ്റപ്പെടുത്തലോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് സ്വയം കുറ്റക്കാരനാകുന്നു എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് വരുന്ന സമയത്ത് അതിനെയൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മളെ മറ്റൊരാൾ നമ്മുടെ കള്ളത്തരമൊക്കെ കണ്ടുപിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഓരോ പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിലും ഒരു ഫൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാണ്, പ്രശ്നം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, സംസാരിക്കാൻ പോകുമ്പോഴത്തേക്കും ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആൾ ചെറിയ രീതിയിലൊക്കെ നിങ്ങളെ ചതിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഡിസ്റ്റൻസ് ആണ്. അതായത് നല്ല രീതിയിൽ ഇമോഷണലി ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും നന്നായിട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് തന്നെയാണ്. രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക, ഒരുപാട് ഇഷ്ടങ്ങൾ പങ്കുവെക്കുക, ഇതൊക്കെ ഇമോഷണൽ അറ്റാച്ച്മെന്റിൽ വരുന്നതാണ്. ഈ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ കുറവ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളോട് അവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ കുറഞ്ഞു വരുന്നു, നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കുറഞ്ഞു വരുന്നു, നമ്മളെ ശ്രദ്ധിക്കുന്നത് കുറയുന്നു, സംസാരിക്കുന്നത് കുറയുന്നു, നല്ല രീതിയിൽ ഗ്യാപ്പ് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഇമോഷണൽ ഡിസ്റ്റൻസ് തന്നെയാണ് എന്നുള്ളത്. ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആൾ ശ്രദ്ധിക്കുന്നില്ല, അതിലുപരി അവർക്ക് ശ്രദ്ധിക്കാൻ മറ്റു പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് ജോലിയിൽ ഒത്തിരി തിരക്കുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും അവർക്ക് നോക്കാനുണ്ട്. അതായത് ചിലപ്പോൾ ഫാമിലിയിലെ കാര്യങ്ങൾ, ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം. അതായത് അങ്ങനെ വല്ല കാര്യം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷെ അങ്ങനെയൊന്നും കാണുന്നില്ല, പക്ഷെ ഡിസ്റ്റൻസ് കാണുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോ സംതിങ് റോങ് ആയിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവര് ഓവറായിട്ട് എക്സ്പ്ലനേഷൻ തരുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഓവറായിട്ട് സൈലന്റ് ആയിരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരമായിട്ട് ഒരു വലിയൊരു സ്റ്റോറി തന്നെ അവർ പറയുന്നുണ്ടാവും. ഓവർ എക്സ്പ്ലനേഷൻ തരിക എന്നുള്ളത്, ഇങ്ങനെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എപ്പോഴും കള്ളത്തരം പറയുന്ന ആളുകളാവാനാണ് സാധ്യതയുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംസാരിച്ചിട്ടാണെങ്കിലും നമ്മൾ കൺവിൻസ് ചെയ്യണം എന്നാണ് അവർ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സ്റ്റോറി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് കള്ളത്തരം ചെയ്യുന്നവരുടെ
ഒരു സൈന് തന്നെയാണ്. സോ ഇവിടെ ഇവരെങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓവർ എക്സ്പ്ലനേഷൻ തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും നിങ്ങൾ മനസ്സിലാക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി ഓവറായിട്ട് എപ്പോഴും സൈലന്റ് ആയിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചോദിക്കുമ്പോഴും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ, പിന്നൊന്നും ചോദിക്കാനും വരില്ല, ഒന്നും കണ്ടുപിടിക്കൂല. ഇത്തരത്തിൽ ഒരു ചിന്ത ഉള്ളിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർ സൈലന്റ് ആയിട്ടിരിക്കും. അതായത് ഒന്നും തന്നെ പറയില്ല. വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അബദ്ധമായി പോയാൽ താൻ തന്നെയല്ലേ പെടുന്നത് എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടും അവർ സൈലന്റ് ആയിട്ടിരിക്കും. സോ ഓവർ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഓവർ സൈലൻസ്, ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നുന്ന ഒരു ഇൻറ്റ്യൂഷൻ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം. അതായത് നമുക്കതിനെ ഫീൽ ചെയ്യാണ് എന്തോ സംതിങ് ഇവിടെ സംഭവിക്കുന്നുണ്ട്, അവരെന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ മനസ്സ് ഒരിക്കലും നമ്മളോട് വെറുതെ പറയില്ല. അതായത് ഇപ്പൊ ചെറുതായിട്ടൊരു കാര്യം നമുക്ക് തോന്നും, ചെറിയ രീതിയിലൊരു പൊസസീവ്നെസ് വരാം, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സംശയങ്ങൾ നമുക്ക് വരാം. അതൊക്കെ നമ്മളുടെ ഓവറായിട്ടുള്ള സ്നേഹം കൊണ്ടും കെയർ കൊണ്ടും വരുന്നതാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഈ ഒരു കാര്യം തോന്നിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് നമ്മുടെ ബ്രെയിൻ നമുക്ക് തരുന്നതാണ്. സോ അങ്ങനെ എപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അങ്ങനെ തോന്നിപ്പിക്കാൻ കാരണമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നിങ്ങളുടെ മനസ്സ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വെറുതെ കാണാതിരിക്കുക, അതായത് വില കുറച്ച് കാണാതിരിക്കുക, അതിലെന്തോ കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തി നമ്മളെ ചതിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതൊന്നും കാണുന്നില്ല, പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു കൂട്ടി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ചതിക്കാൻ പോകുന്ന ഒരാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇതിലെല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ചില ആളുകളിലെല്ലാം കാണാൻ പറ്റും, ചിലരിൽ ഇതിലുള്ള 4 പോയിന്റ്സോ 3 പോയിന്റ്സോ ഒക്കെ കാണുന്നുണ്ടാവുള്ളൂ. എന്തായാലും ശ്രദ്ധയോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പം എന്തായാലും നമ്മളെ ചതിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോബ്ലം എന്താണ് എന്നുള്ളത് പറയാം. അതിനുള്ള കൃത്യമായ ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്